നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നീ അറിഞ്ഞില്ലല്ലോ. നമസ്കാരം. നമസ്കാരം. ആരാ? മനസ്സിലായില്ല. ഇത് മഞ്ജുളന്റെ വീടല്ലേ? അതെ, ഞങ്ങള് മഞ്ജുളനെ കാണാൻ വേണ്ടി വന്നതാ. ആളിവിടെ ഇല്ലേ? ഉണ്ട്. ഇത് മഞ്ജുളന്റെ ഭാര്യ വീടാ. സൗമ്യ ഞങ്ങളുടെ മോളാ. കുറച്ച് ദിവസങ്ങളായിട്ട് അവരിവിടെ ഉണ്ട്. എടീ, നീ പോയി മഞ്ജുളനെ വിളിച്ചേ. ശരി. അകത്തോട്ടിരിക്കാം. ഹേയ് വേണ്ട, ഇവിടെ ഇരിക്കാൻ നല്ല സൗകര്യം ഉണ്ടല്ലോ. അത് ആയിരിക്കും. നിങ്ങളൊക്കെ മഞ്ജുളന്റെ സുഹൃത്തുക്കളായിരിക്കും അല്ലേ? അതെ, മഞ്ജുളനെ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതാ വന്നേ. എന്താമേ? എടാ, നിന്നെ കാണാൻ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. നാട്ടീന്നോ? അതെ, 3-4 പേരുണ്ട്. കൂട്ടത്തിലൊരു പെണ്ണും. അമ്മയും കൂടി ചെല്ല്, ഞാനിപ്പോ വരാം. ശരി. നീ തൽക്കാലം പുറത്തേക്ക് വരണ്ട, ഇവിടെ തന്നെ ഇരുന്നു. ശരി. ഓക്കെ. നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം അല്ലേ? മഞ്ജുള, നിന്റെ സുഹൃത്തുക്കളാ വന്നിരിക്കുന്നേ. സാറേ, ഞാൻ ഇവരുടെ കൂടെ വന്നത്. അതെ രഘു സാർ, സാറിന്റെ കമ്പനിയിലാണ് ഞാനിപ്പോ ജോലി ചെയ്യുന്നത്. മഞ്ജുളൻ എന്നെ അറിയും. ഞാൻ ചെലങ്കയുടെ ചേട്ടനാ. മഞ്ജുളന്റെ സുഹൃത്ത് വിനയന്റെ ആളിയൻ. ഭഗവാനെ മഹാദേവ, എന്റെ ചീരുമോളുടെ കണ്ണീരൊപ്പിക്കൊടുക്കണേ. അവളുടെ കുഞ്ഞിനെ തിരിച്ചു നൽകി ഞങ്ങളുടെയൊക്കെ സങ്കടം തീർത്തു തരണേ മഹേശ്വര. ഒരുമിച്ച് ജനിച്ച എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് വളരാനുള്ള മഹാഭാഗ്യം നൽകണേ ദൈവമേ. രണ്ടുപേരെയും തമ്മിൽ പിരിക്കല്ലേ. എന്റെ ജീവനെടുത്തും എന്റെ കുഞ്ഞിനെ അവളുടെ കൂടെ പിറപ്പിന്റെ അടുത്തേക്ക് തിരിച്ചെത്തിക്കണേ മഹാദേവ. ഇവരെല്ലാം കാണാതായ കുഞ്ഞിനെ തിരിച്ചു കിട്ടാനാവും പ്രാർത്ഥിച്ചത്. പക്ഷേ എൻ്റെ കുഞ്ഞ് മഞ്ജുളൻ്റെയും ഭാര്യയുടെയും മകളായി അവിടെ തന്നെ സുഖമായി ജീവിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. ശംഭോ മഹാദേവ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. ആ കുഞ്ഞുങ്ങളെങ്ങാനും അവരുടെ കയ്യിലുണ്ടെന്നറിഞ്ഞാൽ എൻ്റെ ജന്മം തീരും. എന്നെ കൈവിടല്ലേ ദൈവമേ.
രമിപ്പ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടല്ലേ എന്റെ മോളെ കാണുന്നത്. അവളിപ്പോ നന്നായില്ലേ? ആ അതെ. നോക്കിക്കോ, വലുതാവുമ്പോ എന്റെ മോക്ക് എന്റെ അതേ ചായയായിരിക്കും. സത്യം പറയാലോ, മഞ്ജുളം ചേട്ടന് അതില് കുറച്ച് കുശുമ്പുണ്ട്. ഇപ്പൊ എന്റെ കുഞ്ഞിന് ഞാൻ മാത്രം നോക്കുന്നെ, താഴെ വെക്കാറും കൂടിയില്ല. അവിടെ ഇരുന്നപ്പോ കുഞ്ഞു ഹോസ്പിറ്റലിലായിരുന്നില്ലേ, അന്ന് ഇതുപോലെ അടുത്തിരിക്കാനോ കൊഞ്ചിക്കാനോ ഒന്നും കിട്ടിയിരുന്നില്ല. രമ തരില്ലായിരുന്നല്ലോ. ഈശ്വര, പാവ സൗമ്യ. നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ കുറ്റം പറഞ്ഞതല്ല. എന്റെ മോളോടുള്ള സ്നേഹം കൊണ്ടാ നീ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം. ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്നും ഒളിക്കുന്നില്ല. അകത്തെന്റെ ഭാര്യ താലോലിക്കുന്നത് വിനയന്റെയും ചിലങ്കയുടെയും കുഞ്ഞിനെ തന്നെയാ. ഒന്നും മനഃപൂർവ്വമല്ല. എന്റെ ഭാര്യയുടെ അസുഖം മാറണം, അത് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. മഞ്ജുളിനെ പറയുന്നത് ശരിയാണോ? ഒരു കുഞ്ഞു നഷ്ടപ്പെട്ട അമ്മയ്ക്കുണ്ടാവുന്ന വേദന എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയാവുന്നതല്ലേ? അത് ശരിയാ, നിങ്ങൾ പറയുന്ന എല്ലാം ശരിയാ. എന്റെ സ്വാർത്ഥത അതുകൊണ്ടുകൂടിയാ ഞാൻ ഈ കടുങ്കയ്ക്ക് തയ്യാറായത്. എന്നാലും എന്ത് നിസ്സാരമായിട്ട് നിങ്ങൾ ഈ പറയുന്നേ? പക്ഷേ ഇത്രയും ദിവസം ഒരു അമ്മ അനുഭവിച്ച വേദന, അവരുടെ കണ്ണുനീര്, അതിനെന്ത് ഉത്തരവാ മഞ്ജുളന് പറയാനുള്ളത്? മാപ്പെന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങൾ ഒന്നും ഓർക്കണം, ഞാനായിട്ട് മോഷ്ടിച്ചതല്ല ഈ കുഞ്ഞിനെ. വിനയം പണം ആവശ്യപ്പെട്ട് തന്നത് അവന്റെ കുഞ്ഞിനെ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മയുടെ അനുവാദം ഇല്ലാതെ അവരിൽ നിന്ന് അകറ്റുന്നത് എത്ര വലിയ കുറ്റമാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? എനിക്കെല്ലാം അറിയാം സർ, എല്ലാം അറിയാം. പക്ഷെ എന്റെ സൗമ്യ അവളൊന്ന് ചിരിച്ചു കാണുന്നത് ഈ കുഞ്ഞ് വന്നതിന് ശേഷോ. എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഇനി ഇങ്ങനെ കൂടി ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഭാര്യയും കൂടി നഷ്ടപ്പെട്ടേനെ. സത്യത്തിൽ എന്താ ഉണ്ടായത്? സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. അതിൽ പക്ഷെ എന്നെ ന്യായീകരിക്കാനോ വിനയനെ കുറ്റപ്പെടുത്താനോ ഞാനില്ല. ഇനി നിങ്ങളൊന്നും മറച്ചു വെച്ചൊരു കാര്യമില്ല. കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വ്യക്തമാ. ഒരു കാര്യം സത്യമാണ്, ഞാനായിട്ട് പോയി കുഞ്ഞിനെ അപഹരിച്ചതല്ല. എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയില് ഞങ്ങൾ ഉരുകുകയാ. അപ്പോഴാ പണത്തിന്റെ ആവശ്യമായി ഒപ്പം തന്റെ മകളെ വെറുക്കുന്ന അച്ഛനായി വിനയൻ എന്റെ അടുത്തേക്ക് വന്നത്. ഈശ്വരൻ എനിക്ക് കാണിച്ചു തന്ന വഴിയായി ഞാനതിനെ കണ്ടു. നിന്റെ വിഷമം കണ്ടിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. അതാ ഞാൻ വീണ്ടും വന്നത്. നിനക്കിവിടെ അങ്ങനെ സുഹൃത്തുക്കളൊന്നും ഇല്ലല്ലോ. ഒരാൾക്കൊരു മോശം സമയം വരുമ്പോൾ വേണ്ടേ നമ്മൾ കൂടെ നിൽക്കാൻ. സൗമ്യയുടെ കാര്യം ആലോചിക്കുമ്പോഴാ സങ്കടം.